നമസ്കാരം, നദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എഗ് റോളാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. വീഡിയോയിലേക്ക് പോകാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് ആട്ട ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. വെള്ളം കൂടിപ്പോവാതെ നോക്കണം. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 20 മിനിറ്റിന് അടച്ചു വെക്കണം. ഒരു പാൻ ചൂടാക്കാനായി വെക്കാം. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. സവാള നന്നായി ഒന്ന് വഴട്ടിയെടുക്കണം. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുഞ്ഞതായി അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് ഒന്നും കൂടി ഇളക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്നും കൂടി ഇളക്കാം. ഇനി പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. എല്ലാം ഞാൻ 1/2 ടീസ്പൂൺ കണക്കിനാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി മാത്രമേ 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണുന്നത് പോലെ നീളത്തിൽ കട്ട് ചെയ്യണം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ടേബിൾ ടോപ്പിലിട്ട് ഒന്നും കൂടി ഒന്ന് കുഴയ്ക്കാം. കൊച്ചു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ചപ്പാത്തിക്ക് എടുക്കുന്ന ഉരുളകളുടെ പരുവത്തിനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച പീസസ് എല്ലാം ബോൾസ് ആക്കി എടുക്കണം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദാമാവ് ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് അതൊരു പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി ബോൾസ് എല്ലാം ഒന്ന് പരത്തിയെടുക്കണം. ഒരുപാട് അങ്ങ് വലുതാക്കി പരത്തണ്ട. ഒരു മീഡിയം സൈസ് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയാൽ മതി. ഇതിനകത്തേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ മുട്ട വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. സൈഡിലെല്ലാം മൈദാമാവിൻ്റെ പേസ്റ്റ് തേച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടി അത് തേക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് റോൾ ചെയ്തെടുക്കണം.
ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. മൈദാമാവിൻ്റെ പേസ്റ്റിന് ഈ ഒരു തിക്നെസ് വേണം. ഒരുപാട് ലൂസായി പോവാതെ നോക്കണം. റോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ മതി. റോൾസ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. എഗ് റോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. സ്വാദിഷ്ടമായ എഗ് റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.